മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ്, വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തില് ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ടാണ് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമായിട്ട് വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് നന്ദഗോവിന്ദം ഭജൻസ് ആലപിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്ത് വരുന്ന ആളുകൾ എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതേപോലെ തന്നെ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവൊക്കെ രംഗത്തെത്തിയിട്ട് അത് ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇതിനെ എതിർക്കുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നത്, അതും നമുക്ക് ഈ വീഡിയോയിൽ തെളിവ് സഹിതം ആരാണ് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം. നമുക്ക് ഏതായാലും ആദ്യം തന്നെ ഇതിനെ എതിർക്കുന്ന ആളുകൾ, അതായത് VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചേൽപ്പിക്കാം. ഇതിനെ എതിർക്കുന്ന ആളുകൾ എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന്. ഞാനത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നന്ദഗോവിന്ദം ഭജൻസ് ഒരു കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ വിവാദമൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് ആയതോട് കൂടിയിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കാം. പാതിവന്ത ഇംഗ്ലീഷ് മാപ്പുമായി നന്ദഗോവിന്ദം വന്നു, എന്നാൽ അത് മാപ്പല്ല, ചെയ്ത പ്രവൃത്തിയെ വീണ്ടും ന്യായീകരിക്കുക മാത്രം. ഇംഗ്ലീഷ് അറിയുന്നവർ വായിച്ച് നോക്കുക. ഇത് കുറ്റപ്പെടുത്തൽ അല്ല, അനിയന്മാർക്ക് പറ്റിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രം തിരിച്ചറിയാൻ മാത്രം. അഹിന്ദവ അവഹേളനം കാണിച്ചിട്ട് മാപ്പ് പറയുക എന്നുള്ളത് ഇന്ന് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. 3-4 ഉദാഹരണങ്ങൾ കഴിഞ്ഞ് 2 ദിവസത്തിനകം വന്നു കഴിഞ്ഞു. ഒന്ന്, വിഷുവിന് മന്തി ആശംസ നേർന്നതിന് മുസ്ലിം കടക്കാരുടെ മാപ്പ് വന്നു. എഴുത്തച്ഛനെ അപമാനിച്ചതിന് വിനോയ് തോമസിന്റെ മാപ്പും വന്നു. അവരൊക്കെ തന്നെ മാപ്പ് എന്ന് എങ്കിലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത പാതിവന്ത മാപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നന്ദഗോവിന്ദം. മലയാളത്തിൽ പാടി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പാതിവന്ത മാപ്പ് ഇംഗ്ലീഷ് ഭാഷയിൽ ആയിപ്പോയി എന്നു മാത്രം. അതിൽ മാപ്പില്ല. ഒരു ഇംഗ്ലീഷ് സാഹിത്യം മാത്രം. അത് നന്ദഗോവിന്ദത്തിന്റെ മുതലാളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതിന്റെ ബാക്കി പത്രമാകാം. നമുക്കറിയാം, ഒരു സംഗീത പരിപാടി നടക്കുമ്പോൾ പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു പാട്ട് ആർക്കും അങ്ങനെ ചുമ്മാ പാടാൻ സാധിക്കില്ല എന്നത്. അതിന്റെ കരോക്കെ വരികളൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ അത് അവതരിപ്പിക്കാൻ സാധിക്കൂ. നന്ദഗോവിന്ദന്മാർ ഈ ക്രിസ്ത്യൻ ഭക്തിഗാനം മനഃപൂർവ്വം പാടണം എന്ന് കരുതി തയ്യാറായാണ് വന്നതും പാടിയതും. ഈ ഗാനം പാടുന്നതിനു മുമ്പ് നവീൻ പറഞ്ഞത് പാർക്കിങ്ങിന് സ്ഥലം തന്നതിൻ്റെയും ഞാൻ പഠിച്ച വിദ്യാലയത്തിനോടുള്ള നന്ദി സൂചകമായിട്ടും ആണ് എന്നാണ്. ഇയാളുടെ വിചാരം നാട്ടിലെ ഹിന്ദുക്കളൊക്കെ തന്നെ ബുദ്ധിശൂന്യർ ആണെന്നാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പലരും നേരിട്ട് ഫേസ്ബുക്ക് വഴിയും മുതലാളിയോട് സംവദിച്ചപ്പോൾ അവരോട് വളരെ ധിക്കാരപരമായിട്ടാണ് ഇയാൾ പ്രതികരിച്ചതെന്ന് പലരും എഴുതിയിട്ടുണ്ട്. ആദ്യ കമന്റിലെ ചിത്രം നോക്കുക. ഒരു ക്രിസ്ത്യൻ സഹോദരന് നവീൻ കൊടുത്ത മറുപടി, സീസർക്കുള്ളത് സീസർക്കും കർത്താവിനുള്ളത് കർത്താവിനും എന്നാണ് പ്രമാണം. ക്ഷേത്രത്തിൽ പാടാവുന്നത് ക്ഷേത്രത്തിൽ പാടുക, പള്ളിയിൽ പാടേണ്ടത് അവിടെ പാടുക. ഭജൻ എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രത്തിൽ പാടേണ്ടതാണ്. ഗാനമേള ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്തും പാടാം. അതിൽ മതവ്യത്യാസമില്ല. പ്രഗത്ഭരായ രചയിതാക്കൾ മനോഹരമായി ഭക്തി ചാലിച്ച് എഴുതിയ വരികൾ മനോഹരമായി പാടുന്നു എന്നൊഴിച്ചാൽ എന്താണ് നിങ്ങളുടെ ഈ രംഗത്തെ സംഭാവന എന്ന് ആലോചിക്കുക. ലക്ഷങ്ങൾ വാങ്ങുന്നു, പറന്ന് നടന്ന പരിപാടികൾ അവതരിപ്പിക്കുന്നു, നാട്ടിലെ ഹിന്ദുക്കൾ നൽകുന്ന സംഭാവനകൾ തിന്നുകൊഴുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അപക്വമായ കുത്തലുകൾ മാത്രമാണ് ഇതൊക്കെ തന്നെ. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അന്ന് കൈ തന്ന സഹായിക്കാൻ ഈ നാട്ടിലെ പാവം പിടിച്ച സനാതനധർമ്മ വിശ്വാസികൾ മാത്രമേ കാണുകയുള്ളൂ. പാടിത്തെളിഞ്ഞപ്പോൾ ഫാൻസ് കൂടി എന്നുള്ള അഹങ്കാര ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വീണ്ടും ഈ രംഗത്ത് തിളങ്ങുക. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇതാണ് VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നന്ദഗോവിന്ദം ഭജൻസിനെ അവിടെ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് എതിർക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതേ വാദമാണ് ഉയർത്തുന്നത്. ഈ വാദത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
എന്റെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്, ഒരിക്കലും ഒരു അടച്ചാക്ഷേപിക്കലല്ല. നന്ദഗോവിന്ദ ഭജൻസിനെ പരമാവധി കൂട്ടിപ്പിടിച്ച് അവരെ ഉപദേശിക്കുകയാണ് വ്യക്തമായിട്ട് ഇദ്ദേഹം പോലും ചെയ്തിട്ടുള്ളത്. ഇത് ഭജൻസ് ആണ്, ഭജനയാണ്. ഇത് ഹിന്ദു വിശ്വാസികളുടെ ഹിന്ദു ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയല്ല ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കേണ്ടത്. അതിന് നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഗാനമേളയായിട്ട് നിങ്ങൾ എവിടെ എന്തവതരിപ്പിച്ചാലും ഒരു പ്രശ്നവുമില്ല. അതൊക്കെ തന്നെ വ്യക്തമാക്കിയാണ് ഇവർ രംഗത്ത് എത്തിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തില് ഇത് ആലപിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞത് ഇത്തരം സ്ഥാപനത്തിൽ പഠിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനൊരു മുസ്ലിം വിശ്വാസി, അതേപോലെ തന്നെ 10ാം ക്ലാസ് വരെ സെന്റ് മേരീസിൽ പഠിച്ചു എന്നതുള്ളതൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് വിശ്വാസിയായിട്ട്. എനിക്ക് ആരാധനയൊക്കെ ആയിട്ട് ഞാൻ മുസ്ലിം പള്ളിയിൽ പോകുന്നത് അവിടുത്തെ ആരാധനയൊക്കെ ആയിട്ട് മുന്നോട്ട് വരാം. ഇനി എന്റെ മതവിശ്വാസമായിട്ട് ഞാൻ മുസ്ലിം പള്ളികളിൽ പോകും. അതേസമയം ഞാൻ ക്രിസ്ത്യൻ പള്ളിയിലോ ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങളിലോ പോകുന്നത് മുസ്ലിം ആരാധന കാണാനോ മുസ്ലിം ഈ പറയുന്നത് പോലെയുള്ള ഒരു കാര്യവും കാണാനല്ല. അതിന് ഞാൻ മുസ്ലിം പള്ളിയിൽ പോകും. ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. അവിടെയൊക്കെയായി ബന്ധപ്പെട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ സെന്റ് മേരീസിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അതൊക്കെ പ്രൗഡ്ലി, അഭിമാനത്തോടു കൂടി ഞാൻ എല്ലാ സ്ഥലങ്ങളിലും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പോകുന്നത് അവിടുത്തെ ആരാധനകൾ കാണാനാണ്. ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് അവിടുത്തെ ആരാധനയെ ബഹുമാനിച്ച് മുന്നോട്ട് പോവാനാണ്. അപ്പോ ഇത് ഭജനയൊക്കെയായി ബന്ധപ്പെട്ട് ആലപിക്കേണ്ടത് ഹിന്ദു ആരാധനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതില്ലേ, അതായത് മുസ്ലിം പള്ളിയിൽ ഇനി നബിദിനമായിക്കൊള്ളട്ടെ, അവിടെ ഹിന്ദു ഭക്തിഗാനങ്ങളോ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളോ ഒരിക്കലും പാടൂല. ഒരിക്കലും അവിടെ അത് ചെയ്യണമെന്ന് ഹിന്ദു വിശ്വാസികളെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഒരിക്കലും പറയാറില്ല. അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികൾ നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഹിന്ദു ഭക്തിഗാനങ്ങളോ മുസ്ലിം ഭക്തിഗാനങ്ങളോ പാടണമെന്ന് ഒരിക്കലും അവിടെയുള്ള ആരും തന്നെ, മറ്റു മതങ്ങളിൽ ആരും തന്നെ അവകാശപ്പെടാറില്ല. ക്രിസ്ത്യൻ പള്ളികൾ ക്രിസ്ത്യൻ ആരാധനയായിട്ട് മുന്നോട്ട് പോവാം. അതേപോലെ തന്നെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നു അവരുടെ ആരാധനയുമായിട്ട് വേണം ഭജന മുന്നോട്ട് പോവാൻ. ഇതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ ഇതിൽ തെറ്റും ഹിന്ദുത്വ തീവ്രവാദി എന്നും പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വരുന്നത്. അതിനു മുമ്പേ ആയിട്ട് മനോരമയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് നന്ദഗോവിന്ദം ഭജൻസ് അഭിനന്ദന പ്രവാഹം. ആരഭിനന്ദിച്ചു എന്നാ പറയുന്നത്? ആരഭിനന്ദിച്ചു എന്നാ പറയുന്നത്? ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഏതെങ്കിലും സുഡാപ്പികളോ അഭിനന്ദിച്ചു എന്നല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിം മതവിശ്വാസികൾക്കോ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കോ ഇതെന്താ അഭിനന്ദിക്കുക? ഇത് അവരുടെ ആരാധനയിൽ അവരുടേത് ആലപിക്കുക, അതല്ല അതിന്റെ അന്തസ്. ഇതിനെ അഭിനന്ദിച്ച മനോരമയ്ക്കോ അഭിനന്ദിച്ചതാരാ? ഞാൻ വായിച്ചേൽപ്പിക്കാം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാജു പി നായർ, ചർച്ചകളിലൊക്കെ തന്നെ വരുന്ന നേതാവാണ്, കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ്. എന്താണ് ഇത് എന്ന് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. നന്ദഗോവിന്ദം ഭജൻസിന്റെ ഫാൻ ആയിരുന്നില്ല, പക്ഷെ ഈ നാടിന്റെ വൈവിധ്യത്തെ അവർ ആ പാട്ടിലൂടെ പുൽകുമ്പോൾ അവർക്ക് പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ്. ആ ക്ഷേത്രമുറ്റത്ത് നിങ്ങൾ ആ ക്രിസ്തീയ ഭക്തിഗാനം പാടുമ്പോൾ അവിടെ കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച കാണികൾ ഇല്ലേ? അവരാണ് ഈ നാടിനെ പ്രതിനിധീകരിക്കുന്നത്. അല്ലാതെ ഉയരുന്ന എതിർ ശബ്ദങ്ങൾ ഈ നാടിന്റെ അന്തകവിത്തുകളാണ്. ആ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് നിങ്ങൾ അടിയറവ് പറയരുത് എന്ന് ആഗ്രഹിക്കുന്നു ഐക്യദാർഢ്യം. എങ്ങനെയാണ് ഈ രാജു പി നായർക്കൊക്കെ ഹിന്ദു വിശ്വാസികൾക്ക് തങ്ങളുടെ ഭജന, തങ്ങളുടെ ആരാധന നടത്തുന്നിടത്ത് തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊരു ഹിന്ദു പറയുമ്പോൾ എങ്ങനെയാണത് ഹിന്ദുത്വ തീവ്രവാദി എന്ന് രാജു പി നായർ പറയാ? ലളിതമായിട്ടുള്ളൊരു ചോദ്യ. ഒരു മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു ആരാധനയുടെ ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസി രംഗത്തെത്തിയിട്ട് ഇതിവിടെ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഈ രാജു പി നായരൊക്കെ മുട്ടിലേഞ്ഞു പോയിട്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് വിളിച്ചു പറയില്ലേ? അവരെ ഏതെങ്കിലും തീവ്രവാദി എന്ന് വിളിക്കുമോ? ഇതെന്ത് നിറയേട രാജു പി നായരൊക്കെ വിളിച്ചു പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമൊക്കെ വളരെ വലിയ രീതിയിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഐക്യമുണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ വലിയ രീതിയിൽ ഭക്തരെ തങ്ങളിലേക്ക് അടുപ്പിച്ച് വലിയ രീതിയിൽ ഭക്തിസാന്ദ്രമായ വലിയ സദസ്സുകളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഇവിടെ പലർക്കും പിടിക്കുന്നില്ല.
ആ പിടിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും എന്തെങ്കിലും ഒന്നാക്കാൻ, ഇതിൽ ഭക്തർക്കും ഭജൻസിനും ഒക്കെ ഇടയിൽ, നന്ദഗോവിന്ദം ഭജൻസിനിടയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇതുപോലുള്ള രാജു പി നായർമാരൊക്കെ നോക്കി നിൽക്കുക. അതവര് ചാടി വീണ നിങ്ങളാണ്. എങ്ങനെയാ ഹിന്ദുത്വ തീവ്രവാദികളാകുക? തങ്ങളുടെ വിശ്വാസത്തിലുള്ള ആരാധനാ സ്ഥലങ്ങളിൽ തങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ആളുകളെ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് എത്ര നിറികേട. കോൺഗ്രസ് ഇവിടെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? രാജു പി നായരൊക്കെ ഒരു അപകടകാരി. ആർക്ക് വേണ്ടിയാ ഈ പണിയെടുക്കുന്നത്? ഇവിടെ നന്ദഗോവിന്ദ ഭജൻസിനെയൊക്കെ ഒരാളും എതിർക്കല്ല. ഈ VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയ പ്രതികരിച്ച ഓരോ ആളുകളും വ്യക്തമായിട്ട് പറയുന്നു, അനിയന്മാരെ ഉപദേശിക്കുക എന്നുള്ള രീതിയിലേ കാണാവൂ. അല്ലെങ്കിലും അതങ്ങനെയല്ലേ. ഒരു മതവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആളുകൾ, തങ്ങളെക്കാൾ ചെറിയ ആളുകൾ, പ്രായം കൊണ്ടാണ് കേട്ടോ പറയുന്നത്, ചെറിയ ആളുകൾ എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ അത് ഉപദേശിക്കുക എന്നുള്ളതൊക്കെ ഒരു എല്ലാ മതങ്ങളിലും കാണുന്നതല്ലേ. ആ ഉപദേശം പോലും മുതലെടുത്തിട്ട് കോൺഗ്രസിന്റെ ഹിന്ദുത്വ തീവ്രം ഇവിടെ ഇത് മൊത്തം, അതായത് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ, നന്ദഗോവിന്ദം ഭജൻസിനെയും ഭക്തരെയും ഒക്കെ വലിയ രീതിയിൽ ഭിന്നിപ്പിക്കാൻ ഇവിടെ കോൺഗ്രസ് ഒക്കെ കാച്ചാകട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരം ആളുകളാണ് അപകടകാരികള്. നന്ദഗോവിന്ദം ഭജൻസ് ഒക്കെ ഈ വിഷയമൊക്കെ പ്രതികരണമൊക്കെ തന്നെ മറുപടിയായിട്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാ അവരുടെ ലേറ്റസ്റ്റ് പോസ്റ്റിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അവസരം മുതലെടുത്ത് കോൺഗ്രസ് ഒക്കെ ഫാനൊന്നുമല്ലായിരുന്നു, ഈ ഭക്തി ഒക്കെ ആയി മുന്നോട്ട് പോകുന്നവരുടെ ഫാനൊന്നുമല്ല. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഹിന്ദുത്വ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് ഇത്ര നെറികേടാണ് രാജു പി നായരൊക്കെ ഈ രംഗത്തെത്തി ചെയ്യുന്നത്. ഇത്തരം രാജു പി നായർമാരാണ് അപകടം എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക. പിന്നെ ഏതൊരു മതമാണെങ്കിലും അതത് മതങ്ങൾ അവരുടെ ആരാധനകൾ ഉയർത്തി, അവരുടെ ഭക്തിഗാനങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുക. മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ ഏതു മതത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഏതൊരു ഭക്തിഗാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വരുന്നത് ആ വരുന്ന ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് കേൾക്കാനല്ല, ആരാണോ നടത്തുന്നത് അവരുടെ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ തന്നെയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.